ലോക സമ്പദ് വ്യവസ്ഥയെ വീണ്ടും ആശ്വാസത്തിലേക്ക് നയിക്കുന്ന ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കിയിരുന്ന അമേരിക്കൻ ഇറാൻ സംഘർഷത്തിൽ നിർണായക വഴിത്തിരിവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. വെള്ളിയാഴ്ച രാവിലെ ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ വില $90 താഴെ ആയതോടെ ലോക വിപണികൾക്ക് ആശ്വാസമാവുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം കാരണം എണ്ണ വിപണിയിൽ വലിയ അനിശ്ചിതത്വമാണ് നിലനിന്നിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുമോ എന്ന ആശങ്ക നിക്ഷേപകരെയും വ്യാപാരികളെയും ഒരുപോലെ ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ലോകത്തിലെ പ്രധാന എണ്ണ ഉൽപാദന മേഖലകളിൽ ഒന്നാണ് പശ്ചിമേഷ്യ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഓരോ സൈനിക നീക്കവും ആഗോള എണ്ണ വിലയെ നേരിട്ട് ബാധിക്കാറുണ്ട്. സംഘർഷം രൂക്ഷമായ ദിവസങ്ങളിൽ എണ്ണവില കുത്തനെ ഉയർന്നിരുന്നു. യുദ്ധം വ്യാപിച്ചാൽ എണ്ണ ഉൽപാദനത്തിനും കയറ്റുമതിയിലും തടസ്സം നേരിടുമെന്ന ആശങ്കയാണ് വിലയുയരാൻ പ്രധാന കാരണം. പ്രത്യേകിച്ച് ലോക വ്യാപാരത്തിന്റെ നിർണായക പാതകളിലൊന്നായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് മേഖലയെ ചുറ്റിപ്പറ്റിയുള്ള ആശങ്കകൾ വിപണിയെ കൂടുതൽ ആശങ്കയിലാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറുകയാണ്. യുദ്ധം അവസാനിച്ചുവെന്ന പ്രഖ്യാപനം വന്നതോടെ എണ്ണ വിതരണത്തിൽ വലിയ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന വിശ്വാസം വിപണിക്ക് ലഭിച്ചു. ഇതോടെ എണ്ണ വാങ്ങുന്നതിനുള്ള അമിത സമ്മർദ്ദം കുറഞ്ഞു. വ്യാപാരികൾ കൂടുതൽ വിലയ്ക്ക് എണ്ണ സംഭരിക്കാനുള്ള നീക്കങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. അതിന്റെ നേരിട്ടുള്ള ഫലമാണ് ഇപ്പോൾ കാണുന്ന വിലക്കുറവ്. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു പങ്കും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വാങ്ങുന്നത്. അതിനാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുറയുമ്പോൾ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് കുറയുകയും വിദേശ നാണയ ശേഖരത്തിനുള്ള സമ്മർദ്ദം ലഘൂകരിക്കുകയും ചെയ്യും. സാധാരണ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നോക്കിയാലും ഇത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കാരണം ക്രൂഡ് ഓയിൽ വില കുറയുന്നത് പെട്രോൾ ഡീസൽ വിലകളിൽ സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. ഗതാഗത ചെലവ് കുറയുമ്പോൾ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുടെ വില വർധനയും നിയന്ത്രിക്കപ്പെടാം. അതായത് എണ്ണവിലയിലെ ഒരു ഇടിവ് ഒടുവിൽ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്കും ആശ്വാസമായി എത്താൻ സാധ്യതയുണ്ട്. എണ്ണവില കുറയുന്നത് ഓഹരി വിപണിക്കും നല്ല സൂചനയാണ്. വിമാന സർവീസുകൾ, ഗതാഗത മേഖല, നിർമ്മാണ മേഖല തുടങ്ങിയ ഇന്ധന ചെലവിനെ ആശ്രയിക്കുന്ന നിരവധി വ്യവസായങ്ങൾക്ക് ഇത് നേട്ടമാകും. ചെലവ് കുറയുന്നതിലൂടെ കമ്പനികളുടെ ലാഭക്ഷമത വർദ്ധിക്കുമെന്ന പ്രതീക്ഷയും വിപണിയിൽ ശക്തമാണ്. അതേസമയം സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ എണ്ണവില കുറഞ്ഞെങ്കിലും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും പൂർണ്ണമായും സ്ഥിരത കൈവരിച്ചിട്ടില്ല. ഏതെങ്കിലും പുതിയ സംഘർഷമോ അപ്രതീക്ഷിത സംഭവ വികാസമോ ഉണ്ടായാൽ എണ്ണവില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ട്. അതിനാൽ വിപണി ഇപ്പോഴും ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോകുന്നത്.